ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതിസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ മിക്സിയുടെ ജാറിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് തേങ്ങ എങ്ങനെയാണ് തിരികെ എടുക്കുന്നതെന്നാണ് ഇപ്പം ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് മൊത്തത്തിലുള്ളൊരു തേങ്ങ എങ്ങനെയാണ് നമ്മൾ തിരികെ എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് തേങ്ങ തിരികെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ തിരികെ എടുക്കാം കേട്ടോ. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നാളെ അത്യാവശ്യം കുറച്ച് തേങ്ങ തിരുങ്ങണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് തേങ്ങയാണെങ്കിലും ഒരു തേങ്ങയാണെങ്കിലും നമ്മൾ അതൊന്ന് ഫ്രീസറിൽ വെക്കുക. അതായത് നമുക്ക് നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് നമ്മൾ ഫ്രീസറിലെടുത്ത് വെക്കുക. അപ്പം ഞാനിത് ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ എൻ്റേത്. അപ്പം നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് ഫ്രോസൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം നമ്മൾ തലേ ദിവസം എടുത്ത് വെക്കുന്നതല്ലേ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടാം. ഇത് കണ്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് ഈ 3 തേങ്ങയും കൂടി ഇട്ട് ഫുള്ള് വെള്ളം നമുക്ക് നിറച്ച് കുറച്ച് നേരം നമുക്കതിനകത്തൊന്ന് ഇട്ട് വയ്ക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ തേങ്ങ തിരുകാം കേട്ടോ. തേങ്ങ തിരിക്കുന്നത് ഒരു വിഷയമേ ആവില്ല. അപ്പം നമുക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിലിടാം. ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതെങ്ങനെയാണ് തിരുകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനൊരു ഒരു കട്ടിംഗ് ബോർഡുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു തേങ്ങ ഒന്ന് കഴത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മൂർച്ചയുള്ളൊരു ഇതെടുക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു വിടവ് കാണും. അപ്പം അതിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു ഭാഗത്തോട്ടോ, അതായത് ഇങ്ങനെയുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ ഒന്ന് നമ്മൾ കുത്തി കൊടുക്കുക. കുത്തി കൊടുക്കുമ്പോൾ അതേ കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കണ്ടോ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ അതിങ്ങനെ വന്നോളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കൊരു 4-5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു 3 തേങ്ങ നമുക്ക് തിരികെ എടുക്കാനായിട്ട് പറ്റും ഈസി ആയിട്ട്. അപ്പം നമുക്കിതേപോലെ എല്ലാ തേങ്ങയും നമുക്കിതുപോലെ കഴത്തിയെടുക്കാം. ഞങ്ങൾ ഇങ്ങനെ തേങ്ങ കഴത്തിയെടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 തേങ്ങയും ഞാനിവിടെ കഴുത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊരു കുഞ്ഞ് കഷ്ണങ്ങളാക്കാം. ഒരുപാട് അങ്ങ് ചെറുതാക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഈ തേങ്ങ കുറച്ച് ലൂസുമാണ്. കാരണം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ആ ഒരു അത്രയും ഹാർഡ്നെസ് ആ ഒരു തേങ്ങയ്ക്ക് കാണത്തില്ല കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞ് എടുക്കാനും നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെയാണ് അത് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു ജാറിലോ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിത് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഫ്രീസറിൽ ഇടുവാണ്. കാരണം എനിക്കിവിടെ ഡീപ്പ് ഫ്രീസറുണ്ട്. അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രീസറിലൊന്ന് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതിനകത്തുനിന്ന് കുറച്ച് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലിയും കുറച്ച് എളുപ്പമാവും അങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജാറൊന്ന് എടുക്കാം മിക്സിയുടെ. ഇത് ഞാൻ മിക്സിയുടെ ഒരു പഴയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ചിലപ്പോൾ തോന്നും. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഒരു 3-4 എണ്ണം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം.
അപ്പോൾ അത് ഞാൻ ഈ മിക്സിയുടെ ജാറ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് നമ്മൾ തിരികെ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണേ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒട്ടും കട്ടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നോക്കിക്കോ, കണ്ടോ, അതിനകത്ത് കട്ടകളോ ഒന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതുപോലെ തിരികെ എടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ കുറച്ച് വലിയ ജാറിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിതിൽ ഇത് കണ്ടോ, വലിയ കഷ്ണങ്ങളുണ്ടല്ലോ, ഈ വലിയ കഷ്ണങ്ങൾ ഞാൻ അതുപോലെ അങ്ങ് ഇടുവാണ്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് കുറച്ച് കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ജാറിലാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾ ചെറിയ ജാറിലും വലിയ ജാറിലും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. വേണ്ട, കണ്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ 3 തേങ്ങ നമ്മളൊരു നിമിഷം നേരം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ കുറേശ്ശെ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. കുറച്ച് ഞാൻ ഇതുപോലെ ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ അതിനകത്തെടുത്ത് വയ്ക്കും. ഇത് ഇനിയിപ്പോൾ എനിക്ക് മീൻകറി വെക്കണം. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് ഈ പറഞ്ഞ പോലെ ചെയ്തെടുക്കാം. ഒരു കൂടിപ്പോയ ഒരു 10 മിനിറ്റ് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 10 മിനിറ്റിന് ഒന്നും ആവശ്യമില്ല. ആ ഒരു വെള്ളത്തിൽ നമ്മൾ ആ ഒരു സമയം, ഒരു അരമണിക്കൂർ സമയമാണ് പോകുന്നത്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. വലിയ ചാലാണെങ്കിൽ അത്യാവശ്യം ചെറിയ വലിയ കഷ്ണങ്ങൾ ഇട്ട് തന്നെ നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഈസിയായും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.